നമുക്ക് രമേഷ് പിഷാരടിക്കെതിരെ ഇന്നലെ പിഷാരടിക്കെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചു. അതായത് ശോഭാ സുരേന്ദ്രന്റെ ആ പ്രശ്നം വന്നതിന് ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ള ആ ഒരു പ്രതികരണം വലിയ രീതിയിലുള്ള വിമർശനം. ശോഭാ സുരേന്ദ്രനെതിരെ ഇപ്പോൾ ഈ കള്ള പൈസ കൊടുത്ത് വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പാതിയിൽ വെച്ച് ആ വിഷയം ഡീവിയേറ്റ് ചെയ്യാൻ അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ രമേഷ് പിഷാരടിക്കെതിരെ ദുരാരോപണത്തിന്റെ മുന്നിലുള്ള ചില വാർത്താനങ്ങൾ പറഞ്ഞു. എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു. താൻ വിജയിച്ചാലും ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകും. അതെനിക്കൊന്ന് ഇതാണ് ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പൊ അവര് ജയിച്ചാലും താൻ ജയിച്ചാലും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പിഷാരടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നതിനാലാണ് ബിജെപിയുടെ വോട്ടിന് പണം വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയാതിരുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയല്ല UDF സ്ഥാനാർത്ഥികളെന്നും തങ്ങളെ എല്ലാ സംവിധാനങ്ങളും ലക്ഷ്യം വെക്കുകയാണെന്നും തന്നെ വ്യക്തി അധിക്ഷേപം നടത്താനാണ് ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നതെന്നും രമേഷ് പിഷാരടി മീഡിയ വണ്ണോട് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ അവരുടെ വിധി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ രമേഷ് പിഷാരടി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ രാവിലെ വോട്ട് ചെയ്ത് വന്നു. ഇപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പോസ്റ്റ് ലോട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റ് ലോട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികൾക്ക് കൂടി പോസ്റ്റ് ലോട്ട് വേണം തോന്നുന്നുണ്ടോ? അതായത് നിർബന്ധങ്ങളില്ല. നമുക്ക് ഒരുപാട് ദൂരെയാണെങ്കിൽ എത്താൻ പാടൊക്കെയുള്ളവർക്കുള്ളൂ. എനിക്കിപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളില്ല. എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടെ പൊതു അഭിപ്രായം ചോദിച്ചിട്ട് വരുത്തുന്നത് നല്ലതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പോയി വരാമെന്നൊക്കെ ഉള്ളൂ. ഈ കുറേ ബൂത്തുകളിൽ ഓടി എത്തിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഒരുപാട് 219 ബൂത്തുകളാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. ഒരുപാട് ബൂത്തുകളും നമ്മുടെ ഓഫീസുകളിലും ഒക്കെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഓടിക്കൊണ്ടിരിക്കണം എല്ലായിടത്തും എത്താൻ. പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ചൂടൊക്കെയാണ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പിന്നെ ശാരീരിക അസ്വസ്ഥതയുള്ള ആളുകൾക്കുണ്ട്. പരമാവധി ആളുകൾ എത്തിക്കണം. അതുമല്ല, ഇതൊരു ജനാധിപത്യപരമായിട്ടൊരു വലിയ ഉത്സവം നടക്കുകയല്ലേ. അവിടെ എപ്പോഴും ഒരു 100% പോളിംഗ് ഉറപ്പാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഈ വിവാദം, അതായത് ഈ പണം കണ്ടെത്തൽ, അതിൽ ഈ താങ്കൾ കൃത്യമായ പ്രതികരണം ഇന്നലെ നടത്തിയിരുന്നില്ല. അതിൽ ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്ത് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും തെറ്റിനെ തെറ്റാണെന്ന് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. എന്ത് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും എന്നുള്ള അവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കെപ്പോഴും മനസ്സിലാകുന്നുള്ള കാര്യം, മറ്റുള്ളവരെ പോലെ ഒരു UDFന്റെ കാൻഡിഡേറ്റ് എപ്പോഴും വളരെ ടാർഗറ്റഡ് ആണ്. നമുക്ക് നിയമങ്ങൾ മറ്റൊന്നു തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആക്രമിക്കപ്പെടുകയും നമ്മളെ പെട്ടെന്ന് നമ്മുടെ ഏത് കാര്യങ്ങളിലുള്ള നിയമ നടപടികൾ ഉടനെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി നമ്മളൊരു തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. മറുവശത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി ഈ സമയത്ത് സംസാരിച്ചുകൂടാ എന്നുള്ളതാണ് നിയമം എന്നാണ് എൻ്റെ അറിവ്. ഇനി ആ നിയമം അങ്ങനെ അല്ലെങ്കിൽ വേണ്ട. ആ അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ അത് ചെയ്യാതിരുന്നത്. ഞാനത് ഇന്നലെ ചെയ്യാതിരുന്നത് വെള്ളം കലങ്ങിയ ആരായാലും 2 മീൻ പിടിക്കാൻ നോക്കുമല്ലോ, അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് തെറ്റാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അറിയാവുന്നൊരു കാര്യം ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ അവർ അത് ചെയ്തു പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്നലെ അത് നടന്നിട്ടേ ഉള്ളൂ. വെരി ഇമ്മീഡിയറ്റ് ആണ്. നടന്ന ഉടനെ എന്നെ ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം മാധ്യമങ്ങളെ കാണുകയോ മറുഭാഗത്തുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കുകയോ ചെയ്യരുതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ താങ്കൾ വിജയിച്ച് നിയമസഭയിൽ എത്തിയാലും ഈ കേസ്, അതായത് ഈ ജനാധിപത്യ പ്രക്രിയ മൊത്തം പണം കൊടുത്ത് വാങ്ങാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ പാർട്ടി? ഉറപ്പായിട്ട് പോകണമല്ലോ. നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്? നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനു വേണ്ടി നിൽക്കണം. ഇതൊക്കെ എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നത്? ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? നമ്മളെല്ലാ ജനങ്ങളും രാജാക്കളാണ്. അവരുടെ വിവേചനാധികാരങ്ങളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അത് സാധാരണക്കാരായ ആളുകളെ, നമ്മൾ ആ കണ്ട മുത്തശ്ശിയൊക്കെ നോക്കുമോ, അവരെത്ര സാധാരണക്കാരിയായ സ്ത്രീയാണ്. അവരെയൊക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ ഒരു ഉപയോഗിക്കലാണ്. അവരെ സ്വാധീനിക്കലെന്ന് പറയുക പോലും ആ വാക്ക് പോലും ശരിയല്ല. അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നു. അത് ചോദിക്കുന്നതിന് ശേഷം നമുക്കെതിരെ കഴിഞ്ഞ തവണ വഴി തടഞ്ഞ ദിവസം ഞാൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നായിരുന്നു ആരോപണം. ഇപ്പോൾ വേറെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാലും തലയും ഇല്ലാത്ത ആരോപണങ്ങൾ, വ്യക്തിയധിക്ഷേപങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് വലിയ നീതികേടാണ്. അപ്പോൾ ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് എറണാകുളത്ത് നിന്ന് ഒരു പെൺകുട്ടി വന്ന് കണ്ടിരുന്നുവെന്നും വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തുവിടുന്ന പറഞ്ഞ് എറണാകുളത്ത് നിന്നൊരു 10-20 പോലീസ് സ്റ്റേഷനുകളും 10-20 നിയോജക മണ്ഡലങ്ങളും താണ്ടി ഇവിടം വരെ വന്ന് മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു കാര്യം ഇതുപോലെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നും പറഞ്ഞ്
അങ്ങനെയൊക്കെ നിൽക്കുമോ എനിക്ക്